ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയറെ വേൾഡ് കപ്പിന്റെ സ്ക്വാഡിൽ കാർലോ ആഞ്ചലോട്ടി ഉൾപ്പെടുത്തുമോ എന്നുള്ളത് ബ്രസീലിയൻ ഫുട്ബോൾ ലോകത്ത് വലിയ രൂപത്തിൽ ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ്. വലിയ സമ്മർദ്ദം ഈ വിഷയത്തിൽ ആഞ്ചലോട്ടിക്ക് ഉണ്ടായിരുന്നു. ആരാധകരിൽ നിന്നും മുൻ താരങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസർമാരിൽ നിന്നും ഒക്കെ വലിയ സമ്മർദ്ദം ആഞ്ചലോട്ടിക്ക് ഉണ്ടായിരുന്നു. ഈ സമ്മർദ്ദം കാരണമാണോ നെയ്മറെ വേൾഡ് കപ്പ് ടീമിലേക്ക് വിളിച്ചത് എന്നത് ആഞ്ചലോട്ടിയോട് ചോദിച്ചിരുന്നു. അതിനുള്ള വ്യക്തമായ ഒരു മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. സമ്മർദ്ദം കാരണമല്ല, മറിച്ച് നെയ്മർ ജൂനിയർ തുടർച്ചയായി മത്സരങ്ങൾ കളിച്ചതോടുകൂടിയാണ്, നല്ല പ്രകടനം കാഴ്ചവെച്ചതോടുകൂടിയാണ് അദ്ദേഹത്തെ വിളിക്കാൻ തീരുമാനിച്ചത് എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബ്രസീലിൽ നെയ്മർ സ്ഥിരമായി കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതായത് മാർച്ചിലെ ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം ഏപ്രിൽ മാസത്തിൽ സ്ഥിരമായിക്കൊണ്ട് നല്ല രൂപത്തിൽ അദ്ദേഹം കളിച്ചു. അപ്പോഴാണ് ഞാൻ നെയ്മറെ ടീമിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത്. അതെ, ആ ഒരു ബഹളം ഞാൻ അനുഭവിച്ചറിഞ്ഞിരുന്നു. എല്ലാ ഭാഗത്തു നിന്നും, സ്റ്റേഡിയങ്ങൾ, വിമാനത്താവളങ്ങൾ, റെസ്റ്റോറൻറ്റുകൾ, അങ്ങനെ എല്ലായിടത്തു നിന്നും നെയ്മർക്ക് വേണ്ടിയുള്ള ഒരു ആരവം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ പേരിലല്ല ഞാൻ അദ്ദേഹത്തെ വിളിച്ചത്. അത് നോർമലായ ഒരു കാര്യമാണ്. ഈ രാജ്യത്ത് ഫുട്ബോളിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് അങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ബ്രസീൽ ദേശീയ ടീമിനോട് ഇവിടുത്തെ ആളുകൾക്കുള്ള സ്നേഹം അത് സമാനതകൾ ഇല്ലാത്തതാണ്. സ്വന്തം ദേശീയ ടീമിനോട് ഇത്രയധികം സ്നേഹം പുലർത്തുന്ന മറ്റൊരു രാജ്യം അത് ലോകത്തുണ്ടാവില്ല. ആ കാര്യത്തിൽ ബ്രസീൽ തികച്ചും സവിശേഷമാണ്. ഇതാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അതായത് തനിക്ക് വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു, എവിടെ പോയാലും സമ്മർദ്ദമുണ്ടായിരുന്നു, അത് താൻ മനസ്സിലാക്കുന്നു. പക്ഷെ ആ സമ്മർദ്ദം കാരണമല്ല നെയ്മറെ വിളിച്ചത്, മറിച്ച് നെയ്മർ സ്ഥിരമായി കൊണ്ട് കളിക്കാൻ ആരംഭിച്ചതോടുകൂടിയാണ്, നല്ല പ്രകടനം കാഴ്ചവെച്ചതോടുകൂടിയാണ് അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് എന്നാണ് ആഞ്ചലോട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.